അപ്പോഴേ മക്കളെ നമുക്ക് ഡെയിലി ലൈഫ് കണ്ടാലോ. അപ്പോഴേ അമ്മ രാവിലെ എഴുന്നിട്ടുണ്ട്, ചായ കുടിച്ചിട്ടില്ല. അപ്പം നല്ല മഴ, ഭയങ്കര മഴ കൊല്ലത്തൊക്കെ. ആ നാട്ടിൽ മഴയൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ അരി അടപ്പയിട്ടേ, അതെ അരി അടപ്പയിട്ടിട്ടുണ്ട്. അപ്പം അരി വേവാറായി വരുന്നുണ്ട്, കണ്ടോ, അരി വേവാറായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഭൂരി ഉണ്ടാക്കാനായിട്ട് താണ്ടേ കുഴച്ച് വെച്ചിട്ടുണ്ടേ, ഭൂരിക്ക് അതുണ്ടോ. ആ നല്ലോണം ആട്ടാമാവും റവയും ഇട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മോര് കറി വെച്ചിട്ടുണ്ട്, ഒരു മോര് കറി വെച്ചു. കിഴങ്ങ് കറി കണ്ടോ, ഭൂരിക്ക് കിഴങ്ങ് കറി വെച്ചു. അപ്പം നമുക്ക് മത്തി ഇട്ടിട്ടുണ്ട്, നല്ല മത്തി ഇട്ടിട്ടുണ്ട്. ഇത് 100 രൂപയാണ് ഇട്ടുണ്ട്. അപ്പം നമുക്കത് ഇച്ചിരി തേങ്ങ അരച്ച് വെക്കാമെന്ന് വെച്ചേ. അമ്മ ദാണ്ട് ഒരു മുരിങ്ങിച്ച, നമുക്കത് ചട്ടിയിലോട്ട് കുറച്ച് ഉപ്പ് നീര് ഒഴിച്ചിട്ടുണ്ട്. ഒരു 3-4 മുരിങ്ങിച്ച കഷ്ണങ്ങളാണ്, 3-4 എണ്ണം അല്ല, 3-4 കഷ്ണങ്ങൾ കീറിയത്, അരമുറി മാങ്ങയും, ഇതാ 2 ഉണ്ടമുളകുണ്ട്, അത് കീറിയത് കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അരച്ചതായേ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മത്തി ഇത് തേങ്ങ അരച്ച് കറി വെക്കുക കേട്ടോ. തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. മത്തി നല്ല പച്ച മത്തിയായിരുന്നു, പക്ഷെ ഭയങ്കര വില. എന്തായാലും നമുക്ക് എന്താ ഇത്രയും വെള്ളം മതി, നമുക്ക് നല്ലോണം ഇളക്കാം. ഞങ്ങൾ കൊല്ലക്കാരൊക്കെ ഇന്നതാണ് കറി വെക്കുന്നത്. പല നാട്ടിൽ പല രീതിയിലാണ് എനിക്കറിയാം. നമുക്കിത് അടപ്പേ വെച്ച് തിളപ്പിക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് നമ്മളെ കണ്ടിച്ച് വെച്ചേക്കുന്നത് മത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് തിളക്കട്ടെ. മിക്സിയൊക്കെ കഴിക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ താണ്ടേ നല്ല തിളച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് കറി തിളച്ചതിനകത്ത് മീനിട്ട് കൊടുക്കാം. സൂപ്പറായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഉപ്പൊന്ന് നോക്കട്ടെ, നോക്കിയിട്ട് കൊള്ളാം. ഇനി നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. ആ കഷ്ണങ്ങൾ ഇതൊരു 4 എണ്ണം ഞാൻ വറുക്കാനെടുത്ത് വെച്ചിട്ടുണ്ട്. 5 എണ്ണമാണ് കറി വെക്കുന്നത്. അത് മതി, 5 എണ്ണത്തിന് തന്നെ. ഇപ്പം മീൻ അങ്ങനെ കറികളുടെ ചാറയെ കൂട്ടത്തുള്ളൂ, മീൻ കഷ്ണങ്ങൾ കഴിക്കാൻ പാടാം. അത് നമുക്ക് താണ്ടേ 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് വറുക്കാൻ. അതുകൂടെ നമുക്ക് ഇരട്ടി വെക്കാം. പാത്രം ചെറുതായി പോയെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. അപ്പോൾ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ആ കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് തിളച്ച് അപ്പോൾ ചെറിയ തീയിൽ വെക്കുക. തിളച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വേവട്ടെ. നമ്മുടെ ചായ ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ചായ അടിക്കാം. ചായ രാവിലെ ഒരുപാട് താമസിച്ചു കേട്ടോ. അവർക്ക് ഇച്ചിരി ജോലി ഒതുക്കിയിട്ടാകുമ്പോഴേ സമാധാനത്തിൽ കുടിക്കാമല്ലോ. അപ്പം നാളെ ഉണ്ടാകും. ഇച്ചിരി തോനെ ചായ എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇന്നലെ കുടിക്കാൻ പോയി. എനിക്ക് ചായ കുടിച്ചോളാൻ വയ്യ. നല്ല ചൂടുണ്ട്. കുറച്ച് ചക്കക്കുരു കിടന്നു കേട്ടാ. അപ്പോഴേ അത് നല്ല ചക്കക്കുരു നല്ല വേവില്ല. അപ്പം ഞാൻ ഇച്ചിരി വിഴുക്ക് വരട്ടാണ്. അപ്പം അതിനായിട്ട് ഞാൻ നല്ല കഞ്ഞി പൊട്ടിച്ചെടുത്തു. ചുരണ്ടായിരുന്നാൽ ഒരുപാട് നേരം പിടിക്കത്തില്ല. അപ്പം കൈ വെച്ച് പിടിച്ച് പൊട്ടിച്ചെടുത്ത് അത് കിടക്കി എടുക്കുക. അപ്പം നമുക്കത് വേവിച്ചിട്ടേ വിഴുക്ക് വരാം. ഒരുപാട് നേരമായിരിക്കും തുടങ്ങിയിട്ട്. പക്ഷെ എന്നാലും ചുരട്ടത്തിനെക്കാട്ട് എളുപ്പമാണോ. നമ്മൾ ചക്കക്കുരു കൊണ്ട് തിളച്ചുടനെ അങ്ങ് വെന്തേ. അപ്പം ഞാൻ കുറച്ച് മുരിങ്ങയിലയും കൂടെ പിച്ച് തോരൻ വെക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഇട്ട്. സൂപ്പർ ചക്കക്കുരു കേട്ടോ. തിളച്ചുണ്ട്. അപ്പം മുരിങ്ങയിലയും കൂടെ ഇട്ട് കിണ്ടുക. പിന്നെ എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് തേങ്ങയും ഒരു ഉണ്ടമുളകും പിന്നെ ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. അപ്പം അത് ഇച്ചിരി ഒന്ന് വാടട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എടുക്കാം. അപ്പോൾ ആ മുരിങ്ങയിലത്തോരൻ്റെ താണ്ടേ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് വാടിയിട്ട് നമുക്ക് അതിനകത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ രീതിയിലിടാം. അപ്പം നമ്മൾ കറിയൊക്കെ വെച്ച് തോരനൊക്കെ താണ്ടെ സെറ്റായിട്ടുണ്ടാ. തോരനൊക്കെ സെറ്റായി. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. അതാ ചട്ടി വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി നമുക്ക് അങ്ങോട്ട് എല്ലാം ഇതാണക്ക് ഇതിനകത്ത് വെച്ച് പൂരി ഉണ്ടാക്കും. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ആദ്യമൊക്കെ ചെയ്യുന്നത്. അപ്പം മാവിൻ്റെ കവറിനകത്ത് കഴുകി വൃത്തിയാക്കി അമ്മ എണ്ണ തേച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് പൂരിട്ട് വെച്ചിട്ട് എണ്ണ തേച്ചിട്ട് ഇങ്ങനെ ഒരു അടികട്ടിയുള്ള പാത്രം വെച്ചിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം.
അപ്പം നല്ല പരന്ന് കിട്ടും പൂരിക്ക്. കുഴപ്പമില്ല, ഇങ്ങനെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് പൂരിയെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഇതാ പൂരിയൊക്കെ കണ്ടതാ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ കണ്ടോ, നല്ല സൂപ്പറായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ ചുട്ടെടുത്തിട്ട് കാണിക്കാം. അപ്പം കുറച്ച് പൂരി ആയിട്ടുണ്ട് കണ്ടേ, കണ്ടോ കുറച്ച് പൂരി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് കിഴങ്ങേറിയും കൂട്ടി നമ്മുടെ കിഴങ്ങേറിയും കൂട്ടി കഴിക്കാൻ കൊടുക്കട്ടെ. ഇപ്പോഴേ നമ്മൾ മീൻ വറുക്കാൻ പോവുകയാണേ. ആണ്ടേ അതിൽ മത്തി നമ്മൾ മസാല പുരട്ടി വെച്ചില്ലേ, നമുക്കതങ്ങോട്ടിപ്പം വറുക്കാനായിട്ടിടാം. തീ കൂട്ടി വെക്കട്ടെ. ഈ ചട്ടിയിൽ മീൻ വറുത്താലേ മീൻ പൊടിയാതെ കിട്ടും കേട്ടോ. 2 ഉണ്ടോ 3 4 എണ്ണം. നമുക്ക് ഈ അരപ്പേ 2 എണ്ണം എനിക്ക് ഇതിൻ്റെ പുറത്തോട്ടിടാം. ബാക്കി നിങ്ങൾക്ക്. അപ്പം നമ്മൾ ചോറ് വിളമ്പുവാണേ. അപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? അപ്പം ചോറ്, അതിൻ്റെ ചക്കക്കുരുവും മുരിങ്ങയില ഇട്ട് വെച്ച തോരൻ, നമ്മൾ കിഴങ്ങ് വിഴുക്ക് വരട്ടിയായിരുന്നേ. അപ്പം അത് നമ്മൾ അങ്ങോട്ട് വിളമ്പാം. കിഴങ്ങ് വിഴുക്ക് വരട്ടിയത്, പിന്നെ നമ്മുടെ മീൻ വറുത്തത് മത്തിയാണേ. അപ്പം അത് 2 എണ്ണം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുളിശ്ശേരി ഒഴിച്ചിട്ടില്ല. പിന്നെ മീൻ കറി. അപ്പം നമുക്ക് മീൻകറി മത്തിക്കറിയും കൂടെ അങ്ങോട്ട് എടുക്കാം. നല്ല മാങ്ങ ഇട്ട് വെച്ച മുരിങ്ങയ്ക്കയും മാങ്ങയും ഒക്കെ ഇട്ട് വെച്ച മത്തിക്കറി. കണ്ടോ? അപ്പം ഇത്രയാണ് ഉച്ചലത്തെ ഊണ്. ചോറ്, മീൻ വറുത്തത്, മുരിങ്ങയിലത്തോരൻ, കിഴങ്ങ് വിഴുക്ക് വരട്ടി, മീൻ കറി, പുളിശ്ശേരി. അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ? നിങ്ങളെല്ലാം ഊണ് കഴിച്ചോ? രാത്രിയായി കേട്ടോ. അപ്പം ചോറ് കഴിക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ ചോറ് കഴിക്കാത്തതിന് മുമ്പ് പിള്ളേർ പുറത്ത് പോയിട്ടൊക്കെ ഒരു പൊതി കൊണ്ടുവന്നേ. അതെന്തോ നോക്കാം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടെന്തെങ്കിലും ആയിരിക്കും. കപ്പയും മീൻകറിയേ, നല്ല മീൻകറി, വാഴയിലക്കകത്തുള്ള സൂപ്പർ കപ്പയും. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ചോറ് കഴിക്കാൻ വയ്യ. കാരണം കപ്പ ഇത്രയും കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. അപ്പം കപ്പയും കറി നമുക്ക് നോക്കാമേ. നല്ല ചൂരക്കറി ആയിരിക്കും. അവിടെ ചൂരക്കറിയാണ് സാധാരണ ഉള്ളത്. നോക്കാം. സാധാരണ ചൂരയാണ് അവിടെ ഉള്ളത്. ഇന്ന് ചൂരയല്ല കേട്ടോ, ഇന്ന് വേറെ ഏതോ ഒരു മീനില്ലായിരുന്നു. ഉലുവാച്ചിയാണെന്ന് തോന്നേ. ഉലുവാച്ചി മീൻ. പിന്നെ ഗ്രേവി, മീൻ കുറവാ. പിന്നെ നമ്മുടെ ചക്കക്കുരും മുരിങ്ങയില ഇട്ട തോരനും നമ്മുടെ മത്തിക്കറിയും എടുത്തിട്ടുണ്ടേ. അപ്പോഴേ ഞാൻ ഇച്ചിരി ഒന്നുണ്ട്. ഇതെന്തോ മീനാ? ഇത് നമ്മുടെ ചീലാവ്. സാധാരണ ചൂരക്കറിയാണ് കടയിൽ കൊടുക്കത്തേ. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. അങ്ങനെ ഉണ്ടെന്നേ. നല്ല കറിയാണ്. അപ്പം ഞാനിത് കഴിഞ്ഞിട്ട് കിടക്കാൻ പോവാം. അപ്പം എല്ലാ മക്കളും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ശുഭരാത്രി.